മുൻ നേതാക്കളിൽ നിന്ന് അഭിപ്രായങ്ങൾ ആരാഞ്ഞ സാഹചര്യമുണ്ടാകുന്നു. അപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിരുന്നില്ല. ഹൈക്കമാൻഡിന് ഘടകകക്ഷികളുടെ അഭിപ്രായം വരെ തേടിയിരുന്നു. ഏറ്റവും ഒടുവിൽ മുൻ KPCC അധ്യക്ഷന്മാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ 10 ദിവസത്തിന് ശേഷം പ്രഖ്യാപനം വരാൻ പോകുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. സജിത്ത്, ഈ വാർത്താ സമ്മേളനം തീർച്ചയായും കേരളത്തിന്റെ ചുമതലയുള്ള നിരീക്ഷകർ, അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നിവരാണ് നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇനി ഒരു മാറ്റിവെക്കലിന് വേണ്ടിയോ അല്ലെങ്കിൽ സാഹചര്യം വിശദീകരിക്കുന്നതിന് വേണ്ടിയോ ഒരു വാർത്താ സമ്മേളനം വിളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. മറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിന് വേണ്ടി തന്നെയാകും ഈ വാർത്താ സമ്മേളനം എന്നാണല്ലോ അനുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇനിയൊരു മാറ്റിവെക്കലിന് അടിസ്ഥാനമില്ല, ഇനി മാറ്റിവെക്കാനുമാവില്ല. അതുകൊണ്ട് തന്നെ തീരുമാനം പ്രഖ്യാപിക്കൽ മാത്രമാണ് സംഭവിക്കുന്നത്. ഇതിൽ ഒരു സാങ്കേതിക പ്രശ്നം അവശേഷിക്കുന്നുണ്ട്. കാരണം നിയമസഭാ കക്ഷി നേതാവിനെയാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. ആ നിയമസഭാ കക്ഷി നേതാവിനെ തീരുമാനിക്കേണ്ടത് സ്വാഭാവികമായി നിയമസഭാ കക്ഷി യോഗമാണ്. അതിൽ പാർട്ടി നേതാക്കൾക്കില്ല, പകരം MLA-മാരാണ് ഇതിൽ പങ്കാളികൾ ആവേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും AICC നേതൃത്വം നിരീക്ഷിക്കാൻ പോകുന്ന, ഒരുപക്ഷെ പറയാൻ പോകുന്നത് പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ തീരുമാനം പ്രഖ്യാപിക്കാനായിരിക്കും ഒരുങ്ങുന്നത്. ഇന്നത്തെ ചർച്ചകൾക്കൊടുവിൽ സംഭവിക്കുന്നത് അതുതന്നെയാവണം. എന്തായാലും 12 മണിക്കത്തെ പ്രഖ്യാപനം അതുതന്നെയാണ്. KC വേണുഗോപാൽ ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഈ വാർത്താ സമ്മേളനത്തിൽ KC വേണുഗോപാൽ ഉണ്ടാവില്ല എന്ന വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. 12 മണിക്കിപ്പോൾ AICC ആസ്ഥാനത്ത് വാർത്താ സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുകയാണ്. ആ ദൃശ്യങ്ങൾ ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും കേരളം കാത്തിരിക്കുക. കേരളമല്ല, ദേശീയ തലത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു പ്രഖ്യാപനത്തിനാണ് ഇപ്പോൾ AICC നിരീക്ഷകരും കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നടത്താൻ പോകുന്നത്. കാരണം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും വ്യക്തതയായ ശേഷം കേരളം മാത്രം ഇങ്ങനെ സസ്പെൻസ് എടുത്ത് നീണ്ടു പോവുകയാണ്. ഈ കേസിലാണ് ഇപ്പോൾ തീരുമാനം പറയാൻ പോകുന്നത്. എന്തായാലും ആ തീരുമാനം പ്രഖ്യാപിക്കുന്നു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി വിവരം നമുക്ക് ലഭ്യമാവുന്നു. ഒന്ന്, രമേശ് ചെന്നിത്തലയുമായി രാഹുൽ ഗാന്ധി ആശയവിനിമയം നടത്തിയെന്ന വിവരം. ഒരുപക്ഷെ ആ ആശയവിനിമയം അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ ആണോ തെരഞ്ഞെടുത്തത്, അതല്ലെങ്കിൽ മറ്റൊരാളെയാണോ എന്ന അറിയിപ്പ് പങ്കുവയ്ക്കലാവാം ഒരുപക്ഷെ നടത്തിയിട്ടുണ്ടാവുക. KC വേണുഗോപാൽ കൂടി ഇതിൽ പങ്കെടുക്കില്ല എന്ന കാര്യം കൂടി വരുന്നു. ലീഗ് നേതൃത്വത്തിനും മുസ്ലിം ലീഗ് നേതൃത്വത്തിനും അറിയിപ്പ് കിട്ടി, അവരുമായി ആശയവിനിമയം നടക്കുന്നു എന്ന ചില അനൗദ്യോഗിക വിവരങ്ങൾ കൂടിയുണ്ട്. ഒരുപക്ഷെ അതുതന്നെയാവാം. അതായത് ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിന് മുമ്പ് തന്നെ പ്രധാനികളുമായുള്ള ആശയവിനിമയം ഒരുപക്ഷെ നടത്തിയിട്ടുണ്ടാവണം. അങ്ങനെ നടത്തും എന്ന് പ്രതീക്ഷിക്കാം. കാരണം ഘടകകക്ഷികളെല്ലാം അങ്ങേയറ്റത്തെ ഉടക്കിലായിരുന്നു. ആ ഉടക്കൊക്കെ അനുനയിപ്പിച്ച് ഇനി അങ്ങോട്ടേക്ക് ഈ വിവാദകാലം പിന്നിട്ട് ഇനി അങ്ങോട്ടേക്ക് മുന്നണിക്കും സർക്കാരിനുമൊക്കെ ഒരു സർക്കാർ രൂപീകരണവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കമായി കൂടി ഇതിനെ കാണേണ്ടി വരും. അപ്പോൾ AICC നിരീക്ഷകരുടെ കേരളത്തിലേക്കുള്ള യാത്ര ഇനി ഉണ്ടാകുമോ ഇല്ലയോ, ഇക്കാര്യത്തിൽ കൂടി വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിലാണോ പ്രഖ്യാപനം നടത്തുക എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് അങ്ങനെയല്ല, ഡൽഹിയിൽ തന്നെ പ്രഖ്യാപനം എന്നതാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്ന KPCCയുടെ യോഗം സമയത്ത് തന്നെ ചേരുമോ, 1 മണിക്ക് തന്നെ നിയമസഭാ കക്ഷി യോഗം ചേരുമോ, ഇന്ന് തന്നെ ഗവർണറെ കണ്ട് തുടർ നീക്കങ്ങളിലേക്ക് കടക്കുമോ എന്ന കാര്യം കൂടി വ്യക്തമാവേണ്ടി വരും. അതിന് തുടർച്ചയായി ഈ ലീഗ് നേതാക്കളുടെ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ഉണ്ടാകുമോ, ഇക്കാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ അല്പം കൂടി കാത്തുനിന്നാൽ നമുക്കൊരു വ്യക്തത നൽകേണ്ടി വരും. എന്തായാലും ആ പഴയ പേസിലേക്ക് UDF കടന്നു വരുന്നു എന്ന സൂചനയാണ്. എന്തായാലും ഈ തീരുമാനം പ്രഖ്യാപിക്കപ്പെടുന്നതോടുകൂടി അത് ആ രീതിയിലേക്ക് തന്നെ വരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. തീർച്ചയായും അതായത് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണ് കേരളത്തിന് ഓരോ ദിവസവും ഓരോ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള വിവാദപരമായ ആരോപണം ഉന്നയിച്ചത്. അതുമാത്രവുമല്ല, ഈ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അസമിൽ ഹിമന്ത വിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. തമിഴ്നാട്ടിൽ വിജയ് സത്യപ്രതിജ്ഞ ചെയ്തു. പുതുച്ചേരിയിൽ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ കേരളത്തിൽ മാത്രം, അതും ഏറ്റവും കൃത്യമായ മെജോറിറ്റി UDF-ന് 102 സീറ്റുകൾ ലഭിച്ചിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഉണ്ടാകുന്നില്ല, കോൺഗ്രസിന് അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ പോലും പറ്റാത്ത പാർട്ടി എന്ന തരത്തിലുള്ള ആക്ഷേപം കഴിഞ്ഞ 10 ദിവസമായി അന്തരീക്ഷത്തിൽ ഉയരുന്നു. ഘടകകക്ഷികൾക്ക് വലിയ അതൃപ്തി ഉണ്ടാകുന്നു. ഒരു പക്ഷേ ഇനിയും വൈകിയാൽ ഘടകകക്ഷികൾ ഇതുവരെ സ്വീകരിച്ചിരുന്ന ഒരു സംയമനം പാലിക്കണമെന്നില്ല. ഇപ്പോൾ തന്നെ ലീഗിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം അവരുടെ അതൃപ്തി വ്യക്തമാക്കുന്നതാണ്. ഇനി നിങ്ങൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കൂ, അതിനുശേഷം യോഗങ്ങളാകാം എന്ന നിലപാട് ലീഗ് സ്വീകരിച്ചു. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ ലീഗിന് താല്പര്യമില്ലാത്തതിലേക്ക് എത്തുക, ഒരു പേരിലേക്ക് എത്തുക. അവിടെ 3 പേരുകളാണ് സജീവമായി പരിഗണിക്കപ്പെടുന്നത്. രമേശ്
ചെന്നിത്തലയുടെയും കെ സി വേണുഗോപാലിന്റെയും വി ഡി സതീശന്റെയും പേരുകൾ ആണ് സജീവ പരിഗണനയിൽ ഉള്ളത്. ഇതിലൊരാൾ മുഖ്യമന്ത്രിയായി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്താൽ മറ്റ് രണ്ട് നേതാക്കൾ അവരുടെ അനുഭാവികൾക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. അതിനെ പരിഹരിക്കുക, അനുനയിപ്പിക്കുക, ഒപ്പം മുന്നണികളോട് വളരെ കൃത്യമായ ആശയവിനിമയം നടത്തുക. സാധാരണ നിലയിൽ നമുക്കറിയാം, മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മുന്നണിയെ അക്കാര്യം അറിയിക്കുകയും മുന്നണിക്ക് അതിൽ അവമതിപ്പുണ്ടോ എന്ന കാര്യം തേടുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അത്തരം ആശയവിനിമയം നടക്കുന്നില്ല എന്നതിലും ചില എതിർപ്പുകളും വിയോജിപ്പുകളും ഉണ്ട് മുന്നണി സംവിധാനത്തിനകത്ത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ മണിക്കൂറുകളിൽ നടന്നിട്ടുണ്ടാകുക അങ്ങനെ മുന്നണി സംവിധാനവുമായുള്ള ആശയവിനിമയമായിരിക്കാം. മുസ്ലിം ലീഗിനെയും അതോടൊപ്പം തന്നെ പി ജെ ജോസഫ് വിഭാഗത്തെയും ഒപ്പം ചെറു ഘടക കക്ഷികളെയും ഒക്കെ AICC ആസ്ഥാനത്ത് നിന്ന് ആശയവിനിമയം നടത്തിയിട്ടുണ്ടാകും എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിനുശേഷമുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകുന്നു. പിന്നീട് നിയമസഭാ കക്ഷി യോഗം, അതായത് 12 മണിക്ക് വാർത്താ സമ്മേളനമാണ്. ആ വാർത്താ സമ്മേളനം പൂർത്തിയാകുന്നത് അധിക നേരം മുന്നോട്ട് പോകില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം പ്രഖ്യാപനമെങ്കിൽ അതിന് മാത്രമാണ് നമ്മൾ കാതുകൂർത്തുകൊണ്ടിരിക്കുന്നത്. അതല്ല എങ്കിൽ ഇനി ഒട്ടേറെ ചോദ്യങ്ങൾ കൂടി ഉണ്ടാകാം, പ്രത്യേകിച്ച് കോൺഗ്രസിനോട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ആണ് ഇത് പ്രധാനപ്പെട്ടതായി മാറുന്നത് എന്നത് വളരെ ഇപ്പോഴിതാ ഈ സോഷ്യൽ മീഡിയയിലേക്ക്, അതായത് പ്ലാറ്റ്ഫോമിലേക്ക്, കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ആ വാർത്താ സമ്മേളനത്തിന്റെ സോഷ്യൽ മീഡിയ ലിങ്ക് കൂടി അയക്കുന്നു. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി തന്നെ എന്നതാണ്. AICC ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിന്റെ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന വാർത്താ സമ്മേളനത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരിക്കുന്നു. ഇനി ഇതാ 16 മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര്, ആ മുഖ്യമന്ത്രിയിലേക്ക് എത്തിയോ എന്നതിൽ വ്യക്തത കൈവരാൻ പോകുന്നു. അടുത്ത മുഖ്യമന്ത്രി ആര് എന്നതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ എറണാകുളത്ത് നിന്ന് ഇന്ന് രാവിലെ പുറപ്പെട്ട വി ഡി സതീശൻ, അദ്ദേഹത്തിന്റെ വാഹനം തിരുവനന്തപുരത്തേക്ക് എത്തുന്നതേയുള്ളൂ. അവിടേക്ക് എത്തും മുമ്പ് വി ഡി സതീശനാണോ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്, അതെയോ ഡൽഹിയിൽ തന്നെ തുടരുന്ന കെ സി വേണുഗോപാൽ ഇപ്പോഴും ഡൽഹിയിലാണുള്ളത്, കേരളത്തിലേക്ക് വന്നിട്ടില്ല. കേരളത്തിലേക്ക് എത്തുമ്പോൾ വലിയ സ്വീകരണമാണോ കെ സിക്ക് നൽകേണ്ടതായി വരുന്നത്? ഇതിനൊക്കെ അപ്പുറത്ത് സീനിയോറിറ്റി കൂടി പരിഗണിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരിക്കൽ നഷ്ടമായ മുഖ്യമന്ത്രി സ്ഥാനം അതൊരു ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ, ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമോ? ഇപ്പോൾ രമേശ് ചെന്നിത്തലയുമായി രാഹുൽ ഗാന്ധി സംഭാഷണം നടത്തുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെയെങ്കിൽ അത് എന്തിന്? അത് മുഖ്യമന്ത്രിയെ ആര് എന്നത് നിശ്ചയിച്ചു. അതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമമായ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊണ്ടു എന്ന കാര്യം ചെന്നിത്തലയെ അറിയിക്കുന്നതിന് വേണ്ടിയാണോ? ഇവിടെ ഇതാ പ്രതീക്ഷകൾ ഒരേപോലെ തന്നെയാണ്. വി ഡി സതീശൻ പക്ഷം ഇപ്പോഴും ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നിൽക്കുന്നു. തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം പുറപ്പെട്ട് തിരികെ വരുമ്പോൾ മുഖ്യമന്ത്രിയായി തിരികെ എത്തും എന്ന പ്രതികരണം വി ഡി സതീശൻ ക്യാമ്പുകളിൽ നിന്ന് അടക്കം ലഭിക്കുന്നു. അങ്ങനെ സസ്പെൻസിന്റെ മണിക്കൂറുകളിലൂടെ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപനം അല്പസമയത്തിന് ഉണ്ടാകും എന്നത് തന്നെയാണ്. AICC ആസ്ഥാനത്ത്, AICC കോൺഗ്രസിന്റെ ഓഫീസിൽ ആണ് വാർത്താ സമ്മേളനം നടത്തുന്നതെങ്കിൽ KPCCയുടെ ആസ്ഥാനത്ത് നേരത്തെ സൂചിപ്പിച്ച നേതാക്കന്മാരുടെ വസതിയിൽ എല്ലാം തന്നെ ആകാംക്ഷയുടെ മണിക്കൂറുകൾ ആണ് കടന്നു പോകുന്നത്. ആരെയാണ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തിട്ടുള്ളത്, ആരുടെ പേരാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്, ആർക്കാണ് നറുക്ക് വീണത്, അതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അല്പസമയത്തിനകം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകും എന്നത് അറിയാൻ സാധിക്കും. കോൺഗ്രസിന്റെ ആകാംക്ഷ, കോൺഗ്രസ് അണികളുടെ അനുഭാവികളുടെ ആകാംക്ഷയ്ക്ക് വിരാമമിടാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ഉള്ളത്. AICC ആസ്ഥാനത്ത് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയോടൊപ്പം നേരത്തെ MLA-മാരിൽ നിന്ന് അടക്കം അഭിപ്രായങ്ങൾ ആരായുവാൻ കേരളത്തിലേക്ക് എത്തിയിരുന്ന മറ്റു നേതാക്കളിൽ നിന്ന് അടക്കം വിവരങ്ങൾ ശേഖരിച്ച ഘടകകക്ഷി നേതാക്കളുടെ അഭിപ്രായങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഉൾപ്പെടെയുള്ളവർ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായും അത് ഒരു പേരിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ഫോർമുലകൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ? ടേം വ്യവസ്ഥ പോലെയുള്ള ഒരു ഫോർമുലയിലേക്ക് പോയിട്ടുണ്ടോ? പ്രധാനപ്പെട്ട വകുപ്പുകൾ അടക്കം നൽകിക്കൊണ്ടുള്ള ഒരു കോംപ്രമൈസ് രീതിയാണോ ഇപ്പോൾ
പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. എന്തു തന്നെയാണെങ്കിലും ഒരു പേരിലേക്ക് മാത്രമേ എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മറ്റു പേരുകൾക്ക് എന്തു പരിഗണനയാണ് നൽകുക? ഇതെല്ലാം സജീവമായി ചർച്ച ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ തീരുമാനമാണ് അല്പസമയത്തിനകം പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇപ്പോഴിതാ വാർത്താ സമ്മേളനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. മാധ്യമപ്രവർത്തകർ എല്ലാവരും ഇപ്പോൾ പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.